നമസ്കാരം ന്യൂസ് 3ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2013-ൽ ബ്ലസ്സി എഴുതി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് കളിമണ്ണ്. മസ്തിഷ്ക മരണം സംഭവിച്ച ഭർത്താവിന്റെ ബീജം സ്വീകരിച്ച് ഗർഭിണിയാകുന്ന യുവതിയുടെ കഥയാണ് കളിമണ്ണിലൂടെ ബ്ലസ്സി പറഞ്ഞത്. ശ്വേതാ മേനോന്റെ പ്രസവ ചിത്രീകരണം കൊണ്ട് ഈ ചിത്രം അന്ന് വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചയും ഒരു പ്രസവ വീഡിയോയെ ചുറ്റിപ്പറ്റിയാണ്. ദിയ കൃഷ്ണയുടെ പ്രസവ വീഡിയോ. അന്ന് ശ്വേതയ്ക്കും ബ്ലസ്സിക്കും നേരെ കടുത്ത വിമർശനങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ആ കഥ മാറിയിരിക്കുകയാണ്. ദിയ കൃഷ്ണയെയും കുടുംബത്തെയും പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അങ്ങിങ്ങ് ചില വിയോജിപ്പുകൾ ഉണ്ട്, അത് കാണുന്നില്ല എന്നല്ല. എങ്കിലും വീട്ടുകാർ ഒന്നടങ്കം പ്രസവ മുറിയിൽ ഒപ്പം നിൽക്കുന്ന ആ കാഴ്ച പലരുടെയും കണ്ണ് നനയിച്ചു. ഇന്ന് ന്യൂസ് 3 ചർച്ച ചെയ്യുന്നത് ഈ പ്രസവ രീതി പുതുവിപ്ലവമോ എന്നതാണ്. നമ്മോടൊപ്പം അതിഥികളായി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗാഥ ആർ, സൈക്കോളജിസ്റ്റ് ഡോക്ടർ റാണി രജനി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഓൺട്രപ്രണറുമായ അനഘ ജയൻ എന്നിവരാണ് ചേരുന്നത്. സ്വാഗതം 3 പേർക്കും ന്യൂസ് 3യിലേക്ക്. ആദ്യം ഞാൻ പോകുന്നത് റാണി മാമിലേക്കാണ്. മാം, ഇതിനകത്ത് നമ്മൾ എല്ലാവർക്കും ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ പ്രസവ വീഡിയോ മുഴുവനായും കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പിന്നീട് പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഞാൻ ആഗ്രഹിച്ച ഒരു പ്രസവ രീതിയായിരുന്നു അത് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പോസ്റ്റുകൾ ഇടും. അപ്പം സന്തോഷം ആണ് എല്ലാവർക്കും. അതിൻ്റെ ഒരു ആത്യന്തികമായൊരു റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമാണ് അത് കാണുമ്പോൾ. എന്താണ് മാമിന് തോന്നിയത്? പ്രസവ സമയത്ത് മാനസികമായിട്ട് അത്രയും സ്ട്രോങ് ആയിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം ഈ പ്രസവിക്കാൻ പോകുന്ന സ്ത്രീ എന്നുള്ളതാണ്. അത് ദിയയിൽ നമ്മൾ കണ്ടു. ആ ധൈര്യം കണ്ടു, ആ സന്തോഷം കണ്ടു, കുടുംബത്തിൻ്റെ ആ ഒരു പൊതിഞ്ഞു പിടിക്കലൊക്കെ നമ്മൾ കണ്ടു. എന്താണ് മാമിന് പറയാനുള്ളത്? നമ്മൾ ഈ പ്രസവ വീഡിയോ ഇപ്പം ദിയയുടെ വീഡിയോ കണ്ടപ്പം കൂടുതൽ ആൾക്കാർക്കും അത്ഭുതമാണ് തോന്നിയത്. അവിടെ ഒരു കുടുംബം മൊത്തം ദിയയ്ക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് ഒരു പെൺകുട്ടി എന്താണ് മാനസികമായിട്ട് ആഗ്രഹിക്കുന്നത്, ഒരു ഹസ്ബൻഡിൽ നിന്നുള്ള കൺസേൺ, കെയറിങ്, പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട്, ഇതെല്ലാം കിട്ടിയതായിട്ട് തെളിഞ്ഞ ഒരു പ്രസവമാണ് നമ്മളെ ദിയയുടെ വീഡിയോയിൽ നിന്നും നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പം ഇത് തീർച്ചയായിട്ടും അതൊരു വലിയ ശക്തിയാണ് ആ പ്രസവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. കാര്യം എന്നോടൊപ്പം എൻ്റെ എല്ലാവരുമുണ്ട്. നമ്മൾ പറയുമല്ലോ ഏകാന്തത, ഒരു ബെഡിലേക്ക് ഒറ്റയ്ക്ക് കിടക്കപ്പം അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കാർ പ്രസവിക്കുന്ന വേദനകളും പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള അവരെ പോയി ടെസ്റ്റ് ചെയ്യപ്പോൾ ഉണ്ടാവുന്ന മെഷീൻ്റെ സൗണ്ടുകളും ഹാർട്ട് ബീറ്റിൻ്റെയൊക്കെ ആ ഒരു മെഷീൻ്റെയൊക്കെ സൗണ്ടുകളൊക്കെ പലപ്പോഴും പല അമ്മയാവാൻ പോകുന്ന ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രസവമാണ് നമ്മൾ അത്ഭുതത്തോടെ ഏവരും കണ്ട ഒരു വീഡിയോ ആയിരുന്നു അത്. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. അതിൽ പോസിറ്റീവും നെഗറ്റീവും പറയുന്നുണ്ട്, പക്ഷെ നെഗറ്റീവ് വളരെ കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഗാഥ മാമിലേക്ക് പോകുമ്പോൾ ഈ ഇത്രയും ആളുകൾ ആ മുറിക്കുള്ളിൽ ഉണ്ടാകാൻ പാടുണ്ടോ എന്നുള്ള ചർച്ച വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട്. കാരണം ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സർജറി ഒക്കെ ആണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ അണുബാധ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് മാമിന് പറയാനുള്ളത്? ഇപ്പോൾ ഇത് നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വാദിക്കുന്നുണ്ട്. എങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ താങ്കൾ ഈ വീഡിയോയെ എങ്ങനെയാണ് കണ്ടത്? അതിനെക്കുറിച്ച് പറയാം. ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വെജൈനൽ ഡെലിവറിയുടെ മലയാളം എന്ന് പറയുന്നത് തന്നെ സുഖപ്രസവം എന്നാണ് പറയുന്നത്. പക്ഷേ അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അത് ഒട്ടും സുഖകരമായിട്ടുള്ളൊരു അനുഭവമല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സുഖപ്രസവത്തിനെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്കൊരു സുഖപ്രസവമായി മാറ്റാൻ കഴിയുമെന്ന് സാധിക്കാൻ കഴിയുമെന്ന് നമ്മളെ കാണിച്ചു തന്നതാണ് ദിയയുടെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായത്. അപ്പം അത് ഇപ്പോൾ ഒരുപാട് പേർക്ക് പ്രസവിക്കാൻ പേടിയുണ്ടാവും, ഒരു ഉത്കണ്ഠയും ഭയവും ഒക്കെ ഉണ്ടാവും. ഗർഭിണിയായിരിക്കുന്നവർക്കും ഇനി കല്യാണം കഴിച്ച് ഗർഭം ധരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമൊക്കെ, ആണുങ്ങൾക്കും ഈ പ്രസവം എന്താണെന്ന് അറിയാത്ത പുരുഷന്മാർക്കും ഈ പ്രസവം എന്താണ്, ഒരു ലേബർ റൂമിൽ സംഭവിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഉത്കണ്ഠയും ഉണ്ടാവും, ഭയവും ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളതൊന്നും വേണ്ട. നമുക്ക് ലേബർ എപ്പിഡ്യൂറലിലൂടെ നമുക്ക് പ്രസവം വേദനരഹിതമായിട്ടുള്ള പെയിൻലെസ് ലേബർ സാധ്യമാണെന്നും അതുപോലെ തന്നെ ബർത്ത് കമ്പാനിയൻ്റെ പ്രസൻസ് എത്രത്തോളം പോസിറ്റീവ് ഇൻഫ്ലുവൻസ് നമ്മുടെ ലേബറിൽ ചെലുത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഈ വീഡിയോ സാധിച്ചു തന്നു.
അതാണ് ആ വീഡിയോയുടെ പോസിറ്റിവിറ്റി. പിന്നെ നമ്മുടെ ഒരു നെഗറ്റീവ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗൈനക്കോളജിസ്റ്റിന് ഇടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത്രയും പേര്, ഇപ്പോൾ ആ ഫാമിലിയിലെ ഒരു 5 പേര് ആ ഡെലിവറി സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് മാസ്കും ധരിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത്രയും പേര് ആ ഡെലിവറി സമയത്ത് വേണമെന്ന് ഉള്ളത് ഒരു കൺസേണിങ് ഫാക്ടർ തന്നെയാണ്. അപ്പം അവിടെ ഒരു ഇൻഫെക്ഷൻ്റെ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു വിഷയം. പിന്നെ ഓരോ ഹോസ്പിറ്റലിനും ഓരോ പോളിസി ഉണ്ടാവും. ചിലപ്പോൾ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലിൽ നമുക്ക് അത്രയും ബൈസ്റ്റാൻഡേഴ്സിനെ അലോ ചെയ്യും. എനിക്ക് തോന്നുന്നു ലേബർ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടി നമ്മുടെ ലേബർ റൂമിൽ കയറാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ലേബർ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഉള്ള ഓൾമോസ്റ്റ് ഉള്ള എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഈ ലേബർ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ 2 റൂമായിട്ടാണ് ലേബർ സ്യൂട്ട്. അതായത് 2 റൂം ഇന്റർ കണക്റ്റഡ് റൂംസ് ആയിരിക്കും. അപ്പം ഒരു റൂമിൽ ബൈസ്റ്റാൻഡേഴ്സിന് അവർക്ക് റിഫ്രഷ്മെന്റ്സും അവർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൗച്ചും ഒക്കെ ഉള്ളൊരു റൂമായിരിക്കും. തൊട്ടിപ്പുറത്തായിരിക്കും നമ്മൾ ഡെലിവറി കോട്ടുള്ള ശരിക്കുള്ള ലേബർ റൂമായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഒരു സമയം വരെ നമുക്ക് ആംബുലൻ്റ് ആയിട്ട് നടക്കാൻ പറ്റുന്ന സമയം വരെ ഈ പ്രഗ്നന്റ് ലേഡിക്ക് നമ്മുടെ കുടുംബക്കാരോടൊക്കെ ഒത്ത് നടക്കാനും ഇരിക്കാനും സംസാരിക്കാനും അതെ, നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ ലേബർ പ്രോഗ്രസിനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇത് ഇൻഫ്ലുവൻസ്. പലർക്കും ഡോക്ടർ ഈ സമയത്തൊക്കെ പ്രഷർ കൂടാനും ഒക്കെ സാധ്യതയുണ്ടല്ലേ? ഈ അല്ലാത്ത നോർമലി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പ്രസവ സമയമാകുമ്പോൾ അതുവരെ ഇല്ലാതിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക, പേടി, ഒരു ഉത്കണ്ഠയൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം മാറ്റാൻ പറ്റും. അതെ, നമുക്കൊരു പേടി, ഒരു ഭയം അതൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ പൾസ് റേറ്റ്, ബ്ലഡ് പ്രഷർ, നമ്മുടെ ഈ ബ്രീത്തിങ് ഇതെല്ലാം കൂടാനും അതുവഴി ബേബിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിൽ എഫക്ട് ചെയ്യാനും ഓക്സിജനേഷൻ എഫക്ട് ചെയ്യാനും ബേബിക്ക് ഡിസ്ട്രെസ് ഉണ്ടാവാനൊക്കെ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ കംഫർട്ടായിട്ട് റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും പേരുടെ പ്രസൻസിൽ ഇരിക്കുന്നു, നമുക്ക് പെയിൻലെസ് ലേബർ ആണ് എന്നൊക്കെയുള്ളപ്പോൾ നമുക്കത് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഡെലിവറി എന്ന് പറഞ്ഞാൽ അത് തികച്ചും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ദിയയുടെ പ്രസവം കഴിഞ്ഞതോടെ ഒരുപാട് പേര് അങ്ങനത്തെ ആശുപത്രികൾ തിരക്കുന്നുള്ളൂ. പ്രാണിലത് ഉണ്ടെന്ന് തോന്നുന്നല്ലേ സൗകര്യം? അതെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ പേടിച്ചിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇപ്പോഴേ പോയി ഒന്ന് ബുക്ക് ചെയ്താൽ അതുപോലെ പ്രസവിക്കാം. ഇനി നമ്മൾ പോകുന്നത് അനഘയിലേക്കാണ്. അനഘ ജയൻ. അനഘ ഈ ചർച്ചയിലേക്ക് വരുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. കാരണം അനഘ ഇപ്പോൾ പ്രസവം കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ പ്രസവിക്കണമെങ്കിൽ ഈ ഒരു ആളുകളും അല്ലെങ്കിൽ ഈ ഒരു സൗകര്യവും ഒന്നും പോരാ, അതിന് തലയിലെഴുത്തും കൂടി വേണം എന്നായിരുന്നു അനഘയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തുടക്കം. അനഘ പറയൂ, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും ഫാമിലിയുടെ ഒപ്പം നിന്ന് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രസവിക്കണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ പിന്നെ എന്താ സംഭവിച്ചത്? എന്റെ ആദ്യത്തെ ഡെലിവറി സാധാരണ ഒരു ഓൾഡ് സ്കൂൾ ഹോസ്പിറ്റലിൽ എല്ലാവരുടെയും പോലെ ഒരു പ്രസവമായിരുന്നു. ലേബർ വാർഡ്, അത് കഴിഞ്ഞ് ഡെലിവറി റൂം, അങ്ങനെ ഒരു പ്രസവമായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. കേട്ടിട്ടുണ്ട് ഇങ്ങനെ എപ്പിഡ്യൂറൽ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതുപോലെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ ഒപ്പം പ്രസവിക്കാൻ പറ്റുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഹോസ്പിറ്റലിൽ അത്രയ്ക്കും സൗകര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. എപ്പിഡ്യൂറൽ എടുക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഫാമിലി അടക്കാൻ സമ്മതിച്ചില്ല. അതൊന്നും വേണ്ട, അതിനൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഭാവിയിൽ ചിലപ്പോൾ നടുവേദന ഉണ്ടാവും. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയായിരുന്നു കൂടുതൽ. അപ്പൊ അന്ന് ഡോക്ടറും പറഞ്ഞു, തനിക്ക് അതൊന്നും ഇല്ലാതെ പറ്റുമല്ലോ, അപ്പൊ തന്നെ അങ്ങോട്ട് പ്രസവിച്ചുവിടും. അപ്പൊ അന്നത്തെ ആദ്യമായിട്ട് പ്രസവിക്കായിരുന്നോണ്ട് ഞാൻ ഭയങ്കര ആള്, എനിക്കിതൊന്നും ഇല്ലാതെ പ്രസവിക്കാൻ പറ്റുന്ന ഒരു തോന്നുന്നു. പിന്നെ ഇത് എന്താണെന്ന് അറിയില്ല, എത്ര വേദനയുണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ അതുപോലെ അങ്ങ് സ്വാഭാവികമായി പ്രസവിച്ചു. അതൊരു 6 വർഷം മുമ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ച ഒരു കാര്യമാണ്, ഇനി പ്രസവിക്കുന്നുണ്ടെങ്കിൽ ലേബർ സൂട്ട് റൂമുള്ള ഫാമിലി ആയിട്ട് അക്കമ്പനി ചെയ്ത് ഹസ്ബൻഡും കൂടെ നിൽക്കുന്ന പോലെ ഡെലിവറി ചെയ്യുള്ളൂ, എപ്പിഡ്യൂറിൽ എടുത്തുകൊണ്ടേ പ്രസവിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ മദർഹുഡിന്റെ ആ ഒരു പെയിൻ അല്ല, അതിന്റെ പ്ലഷർ ആണ് ഡോമിനേറ്റ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ പ്രസവിക്കും. അത് കാരണം ആദ്യമേ പോയി അതിനുള്ള ഹോസ്പിറ്റലൊക്കെ നോക്കി വെച്ചു. എനിക്ക് ഇവിടെ അഡ്ലക്സിലായിരുന്നു, അപ്പോളോ അഡ്ലക്സിലായിരുന്നു കറുകുറ്റി ഡെലിവറി. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും ആയില്ല. ഞാൻ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി ഒരു 2:50 ലേബർ റൂമിൽ ഒബ്സർവേഷനിൽ ഇരിക്കുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ട് പ്രസവിക്കായിരുന്നു. അപ്പൊ ഇത് ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും പ്ലാൻ ചെയ്ത പോലെ വരുന്ന ഒരു കാര്യമല്ല, അതിന് യോഗം കൂടി വേണമെന്നുള്ള എന്റെ ഇതായിരുന്നു. പക്ഷെ എപ്പിഡ്യൂറലിന്റെ മുകളിലും അല്ലെങ്കിൽ ഇപ്പൊ ഈ ലേബർ സൂട്ടിനെ കുറിച്ചൊക്കെയുള്ള കുറെ അപ്രിഹെൻഷൻസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നേരിട്ട് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക്
എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. വേദന കൊണ്ടല്ല മദർഹുഡ് അല്ലെങ്കിൽ മാതൃത്വം തുളുമ്പേണ്ടത്, അത് പ്ലഷർ കൊണ്ട് തന്നെയാണ്. കുട്ടി ഉണ്ടാവുമ്പോഴുള്ള ഒരു പ്ലഷർ, അത് പെയിൻ അതിനെ മാസ്ക് ചെയ്ത് കളയാൻ അനുവദിക്കാതിരിക്കാൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജികൾ ടാബൂസ് എല്ലാം മാറ്റി നിർത്തി നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. അത് യൂട്ടിലൈസ് ചെയ്താൽ തന്നെയാണ് നമ്മുടെ ലൈഫ് ബെറ്റർ ആവാൻ പറ്റുള്ളൂ. നമ്മുടെ ലൈഫ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ്ലി ടെക്നോളജി ഉപയോഗിക്കേണ്ടത്. പണ്ടൊരിക്കൽ ഈ അനസ്തേഷ്യ കണ്ടുപിടിക്കുന്നതിന് മുൻപ് മെഡിക്കൽ പരീക്ഷണങ്ങൾക്ക് എല്ലാം വിധേയമായിട്ടുള്ള ഒരു സ്ലേവ് ലേഡി ഉണ്ടായിരുന്നു. അവരെ നേരിട്ട് ബോധത്തോടു കൂടി കട്ട് ചെയ്തിട്ടാണ് പല മെഡിക്കൽ അഡ്വാൻസ്മെന്റുകളും പണ്ട് നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്ന് അത് അവര് പെയിൻ എൻഡ്യൂർ ചെയ്തത് കൊണ്ട് ശാസ്ത്രം ഡെവലപ്പ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മളിപ്പോ അനസ്തേഷ്യ വേണ്ടാന്ന് പറയുന്നില്ലല്ലോ. അതിന്റെ എല്ലാ ലൈഫ് റിസ്കുകളും കണക്കിലെടുത്ത് നമ്മൾ അനസ്തേഷ്യ എടുത്തിട്ട് തന്നെയല്ലേ സർജറീസ് അണ്ടർഗോ ചെയ്യുന്നത്. അപ്പൊ ലൈഫ് ബെറ്റർ ആക്കാനുള്ള ടെക്നോളജി വരുമ്പോ അത് മുതലാക്കുക തന്നെ വേണം. അത് ഒരിക്കലും ടാബും സ്റ്റിഗ്മയും വെച്ചിട്ട് വേണ്ട ഇത്രയും ലോകത്ത് സ്ത്രീകൾ പ്രസവിച്ചിട്ടുള്ള പോലെ തന്നെ നീയും പ്രസവിച്ചാൽ മതി എന്ന് പറഞ്ഞ് തടസ്സം വെക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ശരി, അതെന്തായാലും അങ്ങനത്തെ ചർച്ചകൾ പല കുടുംബങ്ങളിൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഒന്ന്. കാരണം ഇനി പ്രസവിക്കാനിരിക്കുന്ന സ്ത്രീകളുള്ള കുടുംബങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് റാണി മാമിനോട് ചോദിക്കാനുള്ള അതാണ്, ഈ മനസ്സ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങൾ. അത് ഇപ്പോൾ കൃഷ്ണകുമാറും കുടുംബവും എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, അവർക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നവരാണ്. എല്ലാവർക്കും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉള്ളവരാണ്. അപ്പോൾ അവരുടെ കണ്ടന്റ് കൂടിയാണ് ഇത്. പക്ഷെ നമ്മൾ സാധാരണ ആളുകളുടെ കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ സ്ഥിതി ഇതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ഭർത്താവിനെ അടുത്ത ബെഡിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ വരും കാര്യങ്ങൾ. ഈ പ്രസവം നേരിട്ട് കാണാൻ താല്പര്യമില്ലാത്തവരുണ്ടാകും, പേടിയുള്ള ഭയമുള്ളവരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്താണ് കയറ്റുന്നതെന്നൊക്കെ പറയുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ഈ കുടുംബം മൊത്തം അങ്ങനെ ഒരു വൈബാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി ഉണ്ടല്ലേ, നമ്മൾ എല്ലാം കൂടി കണക്കിലെടുത്താണ് അതൊരു ഒരു ഹാപ്പി എൻഡ് അല്ലെ ഹാപ്പി എൻഡിങ് എന്ന് പറഞ്ഞതിലേക്ക് എത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് മാം പറയുന്നത്? ഇതിനൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ശ്വേതാ മേനോൻ അന്ന് കളിമണ്ണിൽ പ്രസവ സീൻ എടുത്ത് ബ്ലസ്സി സാർ അന്ന് മലയാളികൾക്ക് മുന്നിലേക്ക് വെച്ചപ്പോൾ എന്ത് വിമർശനമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതൊരു യൂട്യൂബ് വീഡിയോ ആയി വന്നപ്പോൾ കാലം മാറുന്നു എന്ന് നമുക്ക് സന്തോഷിക്കാമോ മാം? നമ്മൾ പലതും ചർച്ചയ്ക്ക് എടുക്കപ്പോഴാണ് ആൾക്കാർക്കൊരു ബോധ്യം ഉണ്ടാവണം. ഇപ്പം നമ്മളൊരു റിസർച്ച് സ്റ്റഡീസ് ഒക്കെ നോക്കിയാൽ ഒരു 1960 തൊട്ടേ ഫിൻലാൻഡിലൊക്കെ ഇങ്ങനെയുള്ള ഒരു ഹസ്ബൻഡിനോടൊപ്പം നിന്നുള്ള ഡെലിവറി ചെയ്ത കേസസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും കാലങ്ങൾ ഒരുപാട് മാറി. നമ്മുടെ ഇവിടെയുള്ള കുട്ടികളെല്ലാം പുറത്തോട്ട് പോയുള്ള വിദ്യാഭ്യാസം നേടി അവിടെ കുടുംബമായി അവിടുത്തെ ഡെലിവറി സിസ്റ്റംസ് കുട്ടികൾ കാണുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻഫ്ലുവൻസ് പാരൻസിൻ്റെ ഇടയിലൊക്കെ വന്നു തുടങ്ങി, റിലേറ്റീവ്സിൻ്റെ ഇടയിലും വന്നു തുടങ്ങി. അങ്ങനെ ഒരു ചെറിയ മാറ്റങ്ങൾ പതുക്കെ കണ്ടു തുടങ്ങി. ഈ ബ്ലസ്സി സാറൊക്കെ സംവിധാനം ചെയ്ത സമയത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇത്രമാത്രം പോപ്പുലറായിട്ട് ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഈ സിനിമ കാണാൻ പോയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ കാലം മാറിയപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ ഫോണുണ്ട്. അതിലൂടെ ഇവർക്കെല്ലാം എന്ത് നോളേജ് വേണമെങ്കിലും എടുക്കാൻ പറ്റും. പക്ഷേ കൾച്ചറൽ ഡിഫറൻസസ് പലതിലും ഉണ്ട്. നമ്മുടെ ചുറ്റും ഉള്ള കൾച്ചറൽ ഡിഫറൻസ് പോലെ തന്നെ ഓരോ കുടുംബത്തിനും ഡിഫറൻസസ് ഉണ്ട്. ഇപ്പം ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഇതിപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും കൂടെ ഒത്തുചേർന്ന് എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഇങ്ങനെയുള്ള ഒരു ഡെലിവറിയിലേക്ക് ഒരു ഹസ്ബൻഡും കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ ഒരു ആൻസൈറ്റി ഉള്ള ഒരു ഹസ്ബൻഡോ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ രക്തം കണ്ടാൽ ഉടനെ കറങ്ങി വീഴുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കരയുന്നത് കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത ബന്ധുജനങ്ങൾ, അമ്മ, സഹോദരങ്ങൾ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം ചെയ്യാൻ പറ്റുന്ന എന്താണ്, നമ്മളെ ഗൈനക്കോളജിസ്റ്റിന് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ ഇവർക്ക് അവയർനെസ് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതുകൊണ്ട് നിങ്ങളൊന്നും ആരും ടെൻഷൻ വേണ്ട. പ്രത്യേകിച്ച് നമ്മൾ കൂടെയുള്ള ആൾക്കാർ ഒരുപാട് ടെൻഷൻ കാണിച്ചു കഴിഞ്ഞാൽ അത് പ്രസവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് കൂടുതൽ ടെൻഷൻ കൂട്ടുകയും പിന്നെ അത് സംബന്ധിച്ച് കോംപ്ലിക്കേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് അവയർനെസ്, ഇതിനു മുമ്പ് ഒരു കൗൺസിലിംഗ്, എന്താണ് പ്രസവം, നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു അവയർനെസ് കൊടുക്കുന്ന സമയത്ത് തന്നെ പാരൻസും അതോടൊപ്പം തന്നെ ഹസ്ബൻഡിനൊക്കെ ഒരു ഓക്കെ കുഴപ്പമില്ല, അങ്ങനെ എനിക്ക് പേടിക്കേണ്ട, ഞങ്ങൾക്ക് ആർക്കും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ തോന്നാം. പക്ഷെ അതിന് ആ ഹസ്ബൻഡും തയ്യാറാവണം. ഇപ്പം വൈഫ് നിർബന്ധിച്ചിട്ടാണ് ഹസ്ബൻഡ് ലേബർ റൂമിലേക്ക് നിൽക്കുന്നതെങ്കിൽ അത് ചിലപ്പം നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു എൻഡിങ്ങിലേക്ക് അവസാനിക്കണമെന്നൊന്നുമില്ല. അപ്പം ഇതിനു മുമ്പുള്ള അവയർനെസ് ഇനിയിപ്പോൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു മനോഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്.
പിന്നെ നമ്മൾ പറയും ഇപ്പം ചില കണ്ടീഷനിൽ ചിലപ്പോൾ ഹസ്ബൻഡിന് ചിലപ്പം കൂടെ വന്ന് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല, ജോലി സംബന്ധമായിട്ട് വിദേശത്തൊക്കെ ആയിരിക്കാം. അപ്പം ഇങ്ങനെയുള്ളത് വൈഫ് ആഗ്രഹിക്കും. എനിക്കൊരു വേദന ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ കൈ പിടിച്ച് എന്നെ ഒന്ന് നടത്തിക്കാനും എനിക്കൊന്ന് ഭക്ഷണം തരാനും ഒക്കെ ആഗ്രഹിക്കും. പക്ഷെ ചില കണ്ടീഷൻ ഹസ്ബൻഡിന് എത്താൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും. അത് കൂടുതലും എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാനസികമായി സംഘർഷങ്ങൾ ഈ മദറിനുണ്ടാക്കാൻ സാധ്യത ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഓരോ വ്യക്തിയെ ആശ്രയിച്ചിട്ടിരിക്കും ഓരോരോ കാര്യങ്ങൾ. ഓക്കെ, ഗാഥ ഡോക്ടറോട് ഇനി ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ആള് കൂടിയ പാമ്പ് ചാവില്ല എന്നൊക്കെ പറഞ്ഞോളൂ. എനിക്കൊരു സംശയം ഉണ്ടായത്, ഇത്രയും പേര് ഒരു സ്ഥലത്ത് കൂടി നിൽക്കുമ്പോൾ പല പല അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഗൈനക്കോളജിസ്റ്റും അല്ലെങ്കിൽ അനസ്തീഷ്യ ഡോക്ടറും രോഗിയും നഴ്സുമാരും ഒക്കെ മാത്രമുള്ള ഒരു പ്രസവ മുറിയാണ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മാറി ഒരുപാട് പേര് ആളുകൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് പേര് കൂടുമ്പോൾ അങ്ങനത്തെയുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴും കൂടുതൽ പേര് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. ഇപ്പം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാലും പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടായി, അപ്പം നമുക്കത് മാനേജ് ചെയ്യാനുള്ളൊരു സ്പേസ് ഒക്കെയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. പിന്നെ അവരും പാനിക്ഡ് ആവും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരും പാനിക്ഡ് ആവും, പേഷ്യൻറ്റും പാനിക്ഡ് ആവും. അപ്പോൾ ഈ ബർത്ത് കമ്പാനിയൻ എന്നുകൊണ്ട് നമ്മളൊരു പോസിറ്റീവ് ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതൊരു നെഗറ്റീവ് ഇതിലോട്ടും പോകാൻ സാധ്യതയുണ്ട് ഒരുപാട് പേര് കൂടി നിൽക്കുമ്പോൾ. ഇപ്പോൾ ശരിക്കും ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഒരാൾ, കൂടിപ്പോയ നിർബന്ധമാണെങ്കിൽ 2 പേര് മാസ്ക് ധരിച്ചിട്ട് സ്റ്റെറൈൽ പ്രിക്കോഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ട് മാസ്കും ഗൗണും ധരിച്ചിട്ട് നമ്മൾ ഡെലിവറി എടുക്കാൻ ഡോക്ടേഴ്സ് നിൽക്കുന്നത് എങ്ങനെയാണോ അതുപോലെ പേഷ്യൻ്റ് സൈഡിൽ അവർക്ക് കൈ പിടിച്ച് ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ട് അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് വന്നാൽ പല പല അഭിപ്രായം പറയും. നമ്മൾ ചിലപ്പോൾ കരയുന്നത് നമ്മുടെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല, അപ്പൊ നമ്മൾ അമ്മയോട് പറയും എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കില്ല, അല്ലേ? ആ ഒരു തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ആവശ്യമില്ലാത്തൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഒരുപാട് പേര്. ഇപ്പോൾ ഡെലിവറി സമയം, അതായത് നമ്മൾ പറയുന്ന സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്ന സമയത്താണ് സെർവിക്സ് മൊത്തത്തിൽ ഡൈലേറ്റ് ചെയ്തിട്ട് ബേബി പുറത്തോട്ട് വരുന്ന സമയം. ആ സമയത്ത് ഡെലിവറി ചെയ്യുന്ന ബെഡിന്റെ അടുത്ത് ഒന്നോ കൂടിപ്പോയ 2 ബൈസ്റ്റാൻഡേഴ്സ് കൂടെ നിൽക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളെ പുഷ് ചെയ്യാൻ എൻകറേജ് ചെയ്യാനും അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാനും എല്ലാത്തിനും അത് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ആൾ കൂടുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം കൂടി വരും. ഈ ഇൻഫെക്ഷന് ഉപരിയായിട്ട് ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങളും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ, അൺനെസസറി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി എനിക്ക് അനക്കയോടാണ് ചോദിക്കാനുള്ളത്. അനക്കയ്ക്ക് അങ്ങനെ ഒന്ന് പ്രസവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. അപ്പോൾ ഒന്നുകൂടി ഇനി ഒരു പ്രസവത്തിലേക്ക് പോകണമെന്ന് ദിയയുടെ പ്രസവം കണ്ടപ്പോൾ തോന്നിയോ? ദിയയുടെ പ്രസവം കണ്ടപ്പോഴല്ല, അല്ലെങ്കിലും 3 കുട്ടികൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഹസ്ബൻഡിനും. അപ്പൊ എന്തായാലും അടുത്ത ഡെലിവറി ഇങ്ങനെയാവുന്ന വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇതിലൊരു സോഷ്യൽ ഫാക്ടറും കൂടി ഉണ്ട്. ഇതിപ്പോ ഒരു സെലിബ്രിറ്റി ഫാമിലി ആയതുകൊണ്ടും അതുപോലെ ഇവരുടെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാമിലി ആയതുകൊണ്ടും, അതിപ്പോഴല്ല, ഇത് തൊട്ട് മുമ്പ് ഒരു കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഫാമിലിയുടെ ഒരു യൂണിറ്റിയും ഒരു സോളിഡായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാമിലി ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സാധാരണ കേരളത്തിലെ ഒരു പാട്രിയാർക്കൽ സോഷ്യൽ സ്ട്രക്ചറിൽ സ്ത്രീകൾക്ക് സേ കുറവാണ് ഈ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രസവം അല്ലെങ്കിൽ ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ വരുന്ന ഒരു സമയത്ത്, അതിന് ശേഷമുള്ളതും. അപ്പോ ഇങ്ങനെ ഒരു ബർത്ത് സ്യൂട്ട് അവൈലബിൾ ആവുക, അല്ലെങ്കിൽ ഇവിടെ ഇത്ര പേർക്ക് അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ആൾക്കാർക്ക് നിൽക്കാൻ വരിക എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇത് ആരാണ് നിൽക്കുന്നത്, അവർ ഏതൊക്കെ സ്റ്റേജസിൽ നിൽക്കണം എന്ന് പ്രസവിക്കുന്ന സ്ത്രീക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവേണ്ടത് അതൊരു ഗ്രാസ് റൂട്ട്സിലേക്ക് ഒരു കോൺസെപ്റ്റ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പ്രത്യേകിച്ച് പ്രസവ സമയത്തും പ്രസവം കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഫാമിലി ലൈഫിലും ഇമ്പാക്ട് ചെയ്യാവുന്ന ഒരു ഡിസിഷൻ ആണത്. ഇന്നയാളെ നിൽക്കണം, ഇന്നയാളെ നിൽക്കണ്ടെന്നുള്ള ഒരു ഡിസിഷൻ ഇവർ എടുക്കുമ്പോൾ അത് എന്തുകൊണ്ട് എടുക്കുന്നു, ഇതൊക്കെ ഒരു ഫാമിലി കൗൺസിലിംഗിലൂടെ മാത്രം തീരുമാനിക്കാൻ പറ്റും. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അതിന്റെ റിപ്പർക്കഷൻസ് വരികയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു വലിയ അവയർനെസ് ശരിക്കും പ്രസവം അല്ലെങ്കിൽ ഗർഭകാലം തുടങ്ങുന്ന സമയത്ത് തന്നെ 2 ഫാമിലിക്കും കൊടുക്കും. എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങും ചോയ്സും ഈ ഗർഭിണിക്ക് ഉണ്ടാവും. അത് ഒരു നല്ലതിനായി തീരുകയും ചെയ്യേണ്ട ഒരു സോഷ്യൽ ചേഞ്ചും കൂടെ ശരിക്കും ഗ്രാസ് റൂട്ട്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കേണ്ടതാണ്. അതല്ലെങ്കിൽ വലിയൊരു പ്രശ്നം. അല്ല അനക്ക, ഈ രണ്ടാമത്തെ പ്രസവം മോനാണോ മോളാണോ അനക്കയ്ക്ക്? മോളാണ്, രണ്ടാമതും മകളാണ്. അപ്പൊ മോൾ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് ഇതുപോലെ പ്രസവിക്കണം, ഹസ്ബൻഡ് അടുത്തുണ്ടാകണം എന്നൊക്കെ പറഞ്ഞപ്പോ എതിർപ്പുകൾ ഉണ്ടായിരുന്നോ? എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അത് പലരും അത് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സോഷ്യൽ ടാബു ആണ്. വെച്ചാൽ ഒരു അപ്രിഹെൻഷൻ ആണ് പറഞ്ഞത്. അയ്യോ, അങ്ങനെയൊക്കെ ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഭർത്താവ് കാണുന്നത് പിന്നീടുള്ള ജീവിതത്തിൽ ഒരു പ്രശ്നമാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ
അതൊരു വല്ലാത്തൊരു എന്താണ് എനിക്കറിയില്ല അത് എന്തൊക്കെ തരം സ്റ്റിഗ്മയാണ് അതിന്റെ ഭാഗത്തുള്ളതെന്ന്. അപ്പൊ അതിന്റെ മറ്റൊരു കാര്യം, ഞാൻ ഡെലിബറേറ്റ്ലി എന്റെ കമ്പാനിയനായിട്ട് രണ്ടാമത്തെ വട്ടം ചൂസ് ചെയ്തത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയായിരുന്നു. അപ്പൊ അതും ശരിക്കും പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിട്ടും ഹസ്ബൻഡിന്റെ അമ്മയെ ചൂസ് ചെയ്തോ. നമ്മുടെ ഒരു കംഫർട്ട് ലെവൽസ് വെച്ചിട്ട് സ്ത്രീകൾക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളതിന് ഫ്രൗൺസ് ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പക്ഷെ രസമായിരുന്നു, ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഏറ്റവും ആദ്യം കണ്ടതും എന്റെ ഹസ്ബൻഡിന്റെ അമ്മയെ തന്നെയായിരുന്നു. അത് വളരെ ഒരു കാര്യം, എപ്പിഡ്യൂറൽ എടുക്കാൻ പറ്റിയില്ല, പ്രസവ വേദനയൊക്കെ, എനിക്കൊരു ഐവിയോ ഇഞ്ചക്ഷനോ പോലും ഇടാൻ പറ്റിയില്ല. ഞാൻ വല്ലാതെ ഷിവർ ചെയ്യാനൊക്കെ തുടങ്ങി പ്രസവം കഴിഞ്ഞപ്പോ. ആദ്യത്തെ ഡെലിവറി കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്നാ തോന്നിയത്. അത്ര രണ്ടാമത്തെ ആയതുകൊണ്ട് പെട്ടെന്ന് അഡ്വാൻസ് ചെയ്തു. പക്ഷെ അത് സൗകര്യങ്ങളെ കൊണ്ടും എല്ലാം വളരെ നന്നായി എൻജോയ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. റാണി മാം, നമ്മൾ ഈ പ്രസവം പഴയ സിനിമകളിലൊക്കെ ചിത്രീകരിക്കുന്ന പ്രസവ മുറി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സിഗരറ്റ് കയ്യിൽ കത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അച്ഛൻ, പുറത്ത്, അകത്താണെങ്കിൽ ഒരുപാട് നിലവിളികൾക്കിടയിൽ പേടിച്ച് കിടക്കുന്ന അമ്മ, അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു, പുറത്തേക്ക് വരുന്നു, ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ആ അവസ്ഥയായിരുന്നു. പറഞ്ഞ് അറിയുന്നത് അകത്തെ നഴ്സുമാരുടെ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിലേക്കൊക്കെ ചെന്ന ക്രൂരമായിട്ടുള്ള പറച്ചിലുകളും നഴ്സുമാരുടെ തിട്ടൂരങ്ങളും ഒക്കെ കേട്ട് ഇനി പ്രസവിക്കേ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന, അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയില്ലേ? ഒരുപാട് മാറി. ഇപ്പോൾ അനഘ പറഞ്ഞതുപോലെ വേദനിച്ചാലേ പ്രസവിക്കൂ അല്ലെങ്കിൽ അമ്മയാകൂ എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ദിയ കൃഷ്ണ പ്രസവിച്ചതുപോലെ നേരത്തെയും ഏതെങ്കിലുമൊക്കെ ഫാമിലികൾ, മലയാളികളല്ലാത്തവരും മലയാളികളായവരും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പ്രസവിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊരു വീഡിയോ ആക്കിയിട്ട് ഇത്തരത്തിൽ സോഷ്യലി ഇപ്പം നമ്മളിത് ചർച്ച ചെയ്യുന്നു. ഇതെന്തിന് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ആളുകൾ വേറെ ഉണ്ടാവും. എങ്കിലും ഈ ഒരു ചർച്ച ചെയ്യുന്ന ലെവലിലേക്ക് വരെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു വിജയം തന്നെയാണ്. തീർച്ചയായിട്ടും. കാര്യം നമുക്കറിയാമല്ലോ, ഇപ്പം പുറം രാജ്യങ്ങളിലൊക്കെ ഇത് കോമൺ ആണ്. നമ്മളെ മലയാളി കപ്പിൾസ് തന്നെ രണ്ടുപേരെ കാണുള്ളൂ, ഇതുപോലെയൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ദിയ ഒരു സോഷ്യൽ ഫെയിമിലുള്ള ആളായതുകൊണ്ട് തന്നെ ദിയയുടെ ഒരു ഇത് വന്നപ്പോൾ നമ്മൾ ഡിസ്കഷനിൽ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ഏറ്റവും നന്നായി. കാര്യം ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടായി. പ്രസവം എന്ന് പറയുന്ന ഒരു ഡിസീസ് അല്ല, അല്ലെങ്കിൽ അസുഖമല്ല എന്നൊരു കൺസെപ്റ്റ് വന്നു. ഇത് അവസ്ഥയാണ്, അതൊരു നാച്ചുറൽ പ്രോസസ്സിലൂടെ പോകേണ്ട കാര്യമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളിലുള്ള പുതിയ കുട്ടികൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതിൽ ദിയ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം, അവിടെ ഒരു ഫാമിലി ബോണ്ടിങ് ഉണ്ട്. അപ്പം മാനസികമായിട്ട് നമ്മുടെ പാരൻസിനും അതനുസരിച്ചൊരു മാറ്റം വരേണ്ടതുണ്ട്. ഇപ്പം കുറച്ച് മുമ്പേ നമ്മുടെ അനഘ പറഞ്ഞതുപോലെ, ഞാൻ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മായി അമ്മയാണ് ആദ്യം എനിക്ക് അസിസ്റ്റ് ചെയ്ത് നിന്നതെന്ന് പറഞ്ഞു. പക്ഷേ മിക്ക മാരേജിലും, ഞാൻ കാണുന്ന മാരിറ്റൽ ഇഷ്യൂസിലും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവാറില്ല. ചിലപ്പോൾ ഹസ്ബൻഡ് പറയും, ഹസ്ബൻഡിന് താല്പര്യം ഉണ്ടാവാം എൻ്റെ അമ്മയും കൂടെ എല്ലാത്തിലും ഒന്ന് കോപ്പറേറ്റീവ് ആക്കണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ ചിലപ്പോൾ നമ്മുടെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം, ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ മുൻകാലത്ത് എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ടുള്ള മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഇതിനോടൊപ്പം ചേർത്ത് നിർത്താൻ വിമുഖത കാണിക്കുന്നതായിട്ടും കാണാറുണ്ട്. അതിപ്പം ഇങ്ങനെയുള്ള പ്രസവമല്ല, അല്ലാത്ത നോർമൽ പ്രസവമാണെങ്കിൽ പോലും, ഈവൻ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ കാണാൻ പോകുന്ന സ്ഥലത്ത് പോലും പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഇതെല്ലാം ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. എങ്ങനെയാണോ ഒരു പേഴ്സണാലിറ്റി, അവരുടെ മാനസിക നിലവാരം, അത് അറ്റാച്ച്മെൻറ്റ്, ബോണ്ടിങ്, ഇമോഷണൽ ബോണ്ടിങ് എല്ലാം ആശ്രയിച്ചിട്ടാണ് ഇതിൽ ആര് കൂടെ നിൽക്കണമെന്നുള്ളത് നിശ്ചയിക്കേണ്ടത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ വന്നത് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? മുൻപൊക്കെ ഒരു ഗർഭിണിയുടെ ഫോട്ടോ, അതായത് കുഞ്ഞ് വയറ്റിലുണ്ടായിരുന്നപ്പോൾ കുഞ്ഞിനെ വലുതായിട്ട് കാണിക്കാൻ ഒരു ഫോട്ടോ പോലും ഉണ്ടാകാത്ത സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു ആഘോഷമാണ്. അത് അറിയുന്ന സമയത്ത് ആ ഒരു 2 ലൈൻ തെളിയുന്നത് മുതൽ അതൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. അതിന് സോഷ്യൽ മീഡിയയ്ക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടല്ലേ മാം? തീർച്ചയായിട്ടും. മാത്രമല്ല, എൻ്റെ ഒരു സംശയം ഉണ്ടാകുന്നത് എനിക്ക് എവിടെയെന്ന് വെച്ചാൽ, ഇപ്പം ചിലപ്പോൾ നമ്മൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇഷ്യൂസിൽ ഇവർ എൻഗേജ്മെന്റ് സമയം തൊട്ട് പ്രോബ്ലംസ് കാണാറുണ്ട് ചില ഏരിയാസിൽ. ഇപ്പം ഒന്നിച്ച് ഡ്രസ്സ് എടുക്കാൻ പോകണം, ഒരേ കളറിലുള്ള ഡ്രസ്സായിരിക്കണം എൻഗേജ്മെന്റിന് ഇടേണ്ടത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വീട്ടിലെ പാർട്ടിക്ക് ഇടേണ്ടത്. അപ്പോൾ അവിടെ തന്നെ ആദ്യമേ ചിലപ്പം പാർട്ണറിന് ഏതെങ്കിലും ഒരു പാർട്ണറിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വന്ന് എത്തിച്ചേരാൻ സാധ്യത
കൂടുതലാണ്. ചിലപ്പോൾ ഹസ്ബൻഡിന് താല്പര്യം ഉണ്ടാവത്തില്ല, പക്ഷെ അത് അദ്ദേഹത്തിന്റെ കെയറിങ്ങിന്റെയും കൺസേണിന്റെയും കുറവ് കൊണ്ടാണ് എന്ന് ചിന്തിച്ചു കൂട്ടിയാൽ അത് പിന്നെ ഒരു ഡിസ്പ്യൂട്ടിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും ഇതിലുണ്ട്. ഗാഥ മാം, ഈ ഒരുപാട് ആളുകൾ, പുതിയ അമ്മമാര്, അച്ഛന്മാര്, ന്യൂ ജനറേഷൻ നമ്മൾ പറയുന്ന അമ്മ, അച്ഛൻ, അവർക്കൊക്കെയുള്ള ഏറ്റവും വലിയ കൺസേൺ ഒന്ന് പാരന്റിങ്, അതിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും വലിയ പേടിയായിരിക്കും പ്രസവം എന്നുള്ളത്. അപ്പോൾ ഞാൻ പ്രസവിക്കുന്നില്ല എന്ന്, പ്രസവിക്കാൻ പേടിയായതുകൊണ്ട് വിവാഹം കഴിക്കാത്തവരുണ്ട്. കാരണം ഒരു ഫാമിലിയും കൂടി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വേണ്ട എന്ന് വിചാരിക്കുന്ന യങ് ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത്രയേ ഉള്ളോ എന്ന് നമ്മൾ ഒരുപാട് ഈ ദിയയുടെ പ്രസവത്തിന് ശേഷമുള്ള ആ വീഡിയോയുടെ കുറെ റെസ്പോൺസ് വീഡിയോകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളോ, അല്ലെങ്കിൽ എന്ത് ഹാപ്പി ആയിട്ടാണ് പ്രസവിക്കുന്നതെന്നൊക്കെ കണ്ട് അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന കുട്ടികളെ, പെൺകുട്ടികളെ കണ്ടു. അതൊരു വളരെ പോസിറ്റീവ് സൈൻ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സുഖപ്രസവം എന്നുള്ളത് ഇപ്പോഴാണെന്ന് തോന്നുന്നു എല്ലാവർക്കും അത് സുഖപ്രസവം തന്നെയാണെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം. ഇത്രയും പെയിൻ അനുഭവിക്കുന്ന ഇതിന് എന്തിനാണ് സുഖപ്രസവം എന്ന് പറയുന്നതെന്നായിരുന്നു പണ്ട് അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും ഇത് സുഖപ്രസവം തന്നെയാണല്ലേ എന്നുള്ളൊരു ഇത് ബോധ്യം ആൾക്കാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഡോക്ടറെ വന്ന് കാണുമ്പോൾ, ഗൈനക്കോളജിസ്റ്റിനെ വന്ന് കാണുമ്പോൾ ഇത്തരത്തിലൊരു ആശങ്കയും പേടിയൊക്കെ അവർ പങ്കുവെക്കാറുണ്ടോ ഇപ്പോഴത്തെ പുതിയ അച്ഛനമ്മമാർ? ആദ്യം തൊട്ടേ ഉണ്ടാവാറുണ്ട്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ടേ ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഈ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ അവർക്കൊരു പേടി തന്നെയാണ്. ഒരു ആങ്ഷ്യസും ആയിരിക്കും, പേടി കാണും. ഇപ്പം ഈ പ്രഗ്നൻസിയുടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമോ എന്നുള്ള പേടി ഉണ്ടാവും. പ്രഗ്നൻസി ഫുൾ ടൈം വരെ പോവുക, അതൊക്കെ പേടി ഉണ്ടാവും. കൂടാതെ ലേബർ പെയിനെ പറ്റിയിട്ടും പേടിയുണ്ടാവും ആൾക്കാർക്ക്. ഈ അമിതമായിട്ടുള്ള ലേബർ പെയിനെ പറ്റിയിട്ടുള്ള പേടിയെ ഒരു ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനുണ്ട്, ടോക്കോഫോബിയ എന്ന് വരെ പറയും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവര് പണ്ടാണെങ്കിൽ നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് സിസേറിയൻ ഓപ്റ്റ് ചെയ്യാനുള്ള, അവർ വന്ന് ചോദിക്കും സിസേറിയൻ ചെയ്ത് തരുമോ, ഞങ്ങൾക്ക് പ്രസവിക്കാനുള്ള പ്രസവവേദന പേടിയാണെന്ന് പറയും. അപ്പം നമ്മൾ കൗൺസിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് പ്രസവവേദന അകറ്റാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ പണ്ടാണെങ്കിൽ നമ്മൾ അത് സിസേറിയനിൽ തന്നെ ആയിരിക്കും കലാശിക്കുന്നത്. പക്ഷെ ഇപ്പം നമുക്കൊരു എപ്പിഡ്യൂറൽ അനസ്തീഷ്യ ഉള്ള കാരണം പൂർണ്ണമായിട്ടും നമുക്ക് പ്രസവവേദന ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള കാരണം ഒരുപാട് പേർക്ക് അതൊരു ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ്. ഇപ്പോൾ ഈ എപ്പിഡ്യൂറൽ അനസ്തീഷ്യ വന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഒരു പെയിൻലെസ് ലേബർ പോസിബിൾ ആണെന്നും, അപ്പോൾ ഇപ്പോൾ കമ്പാനിയൻഷിപ്പും ഉണ്ട്. അതും ഒരു പരിധി വരെ വേദന കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ലേബർ കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയ വന്നതിന് ശേഷം. അതെ റാണി മാം, ഈ ഡിപ്രഷൻ നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. കാരണം പ്രസവം കഴിയുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പക്ഷെ അവിടെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് വലിയ കെയറും കാര്യങ്ങളും ഒക്കെ അവർ നിൽക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടുമെങ്കിലും കുഞ്ഞ് പുറത്ത് നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവരെ ശ്രദ്ധിക്കാനുള്ള സമയം കാണില്ല, കുഞ്ഞിനെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പല പല കാരണങ്ങളാണ് ഡിപ്രഷന്, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതിനൊന്നും ഞങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല ഞങ്ങളുടെ കൊച്ചിനെ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു ഫാമിലിയാണ് നമ്മൾ കണ്ടത്. നമ്മൾ അവർ ആ ഒരു വീഡിയോ ഇട്ടതുകൊണ്ടാണ് അവരെ മാത്രം പറയുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട് എങ്കിലും. അപ്പോൾ അതിനും കൂടി ഒരു പരിഹാരം എന്ന വണ്ണം ഈ പ്രസവം അത്രയ്ക്കും രസകരമാക്കുക അല്ലെങ്കിൽ ഗംഭീരമാക്കുക, അതൊക്കെ നല്ലതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ആ ഒരു പേടി മാറി കിട്ടിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഈവൻ പെനിട്രേറ്റീവ് സെക്സിന് പോലും പേടിക്കുന്ന നമ്മുടെ പെൺകുട്ടികളുണ്ട്, ധാരാളമുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അതുപോലും സാധ്യമാവാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പ്രസവം ഭയങ്കര ഭീകരമാണ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് മാറിയതിൽ ഭയങ്കരമായിട്ട് നല്ലൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് ദിയയുടെ വീഡിയോ നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതിലെല്ലാം ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ പല കാര്യങ്ങൾ കൊണ്ടാവാം ഡിപ്രഷൻ ഉണ്ടാവുന്ന, ഹോർമോണലിൻ്റെ ഇംബാലൻസ് കൊണ്ടാവാം. അപ്പം ഹോർമോൺ ആൾറെഡി ഇഷ്യൂസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എൻവയറമെൻ്റൽ ഇൻഫ്ലുവൻസും കൂടെ വരപ്പം ഡിപ്രഷൻ്റെ തോത് ഭയങ്കരമായിട്ട് കൂടാം. പക്ഷേ ഇത് പലപ്പോഴും അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും കൂടെ നമ്മളെ ഒന്ന് അഡ്രസ്സ് ചെയ്യണം. പിന്നെ ഓവർ പാമ്പറിങ് പാരൻസ്, ഓവർ പ്രൊട്ടക്റ്റീവ് പാരൻസ്, അവർ എങ്ങനെ ബർത്ത് സ്യൂട്ടിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ എങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് തന്നെ സ്വാതന്ത്ര്യത്തോടെ പലതും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. അനഘയുടെ എഴുത്തിന് ശേഷം ഒരുപാട് പേര് വിളിക്കുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്ത് കാണുമല്ലോ. എന്തായിരുന്നു ആ FB പോസ്റ്റിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങൾ?
ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റിയില്ല. എന്ന് വെച്ചാൽ അന്ന് അതിനുള്ളൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല. ആദ്യത്തെ പ്രസവമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു അവസ്ഥ എന്താണ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ ഫോട്ടോസ് വെച്ചിട്ടാണ് ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടത്. കുറെ പേര് എന്താണ് പ്രസവം എന്ന് അറിയാനുള്ള പറ്റിയ ഒരു കാര്യമൊക്കെ കുറെ പേര് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കാൻ താല്പര്യമുള്ള ഒരു കാര്യം, അത് ഞാനൊരു ഒറ്റക്കുട്ടിയാണ്. എനിക്ക് താഴെ ഒരു കുട്ടിയെ പോലും കണ്ടു വലുതായ ഒരാളല്ല. എന്റെ ഹസ്ബൻഡും താഴെയുള്ള മകനാണ്, രണ്ടാമത്തെ ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കുട്ടിയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ മോള് അമ്മിണി. അപ്പോ എനിക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇതെല്ലാം ഫാൻസിയാണ്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫോട്ടോഷൂട്ട് തൊട്ട് എന്താണ് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് തൊട്ട് എൻഗേജ്മെന്റ്, വെഡിങ്, പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ്, മെറ്റേണിറ്റി, ഇതെല്ലാം ഫാൻസിയാണ്. ഇപ്പൊ അതേ ഡെലിവറിയും ഒരു ഫാൻസി എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റിയാലിറ്റിയിലേക്ക് വരും. ആ സമയത്താണ് നമ്മളും നമ്മുടെ കുട്ടിയും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുമായിട്ട് ബാക്ക് ടു നോർമൽ ഒരു ലൈഫിലേക്ക് വരിക. അതിനെക്കുറിച്ച് എല്ലാ അമ്മയാവാൻ പാരന്റ്സ് ആവാൻ തയ്യാറെടുക്കുന്ന എല്ലാവരും, ഞാൻ അമ്മ എന്ന് മാത്രം പറയുന്നില്ല, ഇതൊരു പാർട്ടിസിപ്പേറ്റീവ് കാര്യമാണ്. അമ്മയും അച്ഛനും മുമ്പേ കൂട്ടി ബോധവാന്മാരായിരിക്കേണ്ട ഒരു കാര്യമാണത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നിങ്ങൾ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം, അതായത് തീരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല പാരന്റിങ്, അമ്മയാവുക, ഒരു കുട്ടിയെ വലുതാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത്. നമ്മുടെ സകല ഇമോഷണൽ അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ എല്ലാ എഫേർട്ടുകളും എടുത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനൊരു സമയം പോലും കിട്ടാത്ത ഒരു വലിയ എഫേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് നിങ്ങൾ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രമേ ഒരു അമ്മയാവാൻ പുറപ്പെടാവൂ. അല്ലാതെ എന്താണ് ഡെലിവറിയുടെ ഫാൻസി എക്സ്പീരിയൻസ് കണ്ടിട്ടോ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന്റെയോ വെഡിങ്ങിന്റെയോ ഒന്നും ഫാൻസി എക്സ്പീരിയൻസ് കണ്ട് ലൂവേർഡ് ആവേണ്ട ഒരു കാര്യമല്ല ഇത്. കുട്ടിയെ വലുതാക്കാൻ, ഒരു കുട്ടി ഉണ്ടാവാനും കുട്ടിയെ വലുതാക്കാനും ജെനുവിൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടെങ്കിലും ആ ഒരു വലിയ എഫേർട്ട് എടുക്കാൻ, നമ്മുടെ ഒരു വലിയ പേഴ്സണൽ സ്പേസ് മാറ്റി വെച്ചൊരു കുഞ്ഞ് ഹ്യൂമൻ ബീയിങ്ങിനെ നർച്ചർ ചെയ്ത് വലുതാക്കാനുള്ളൊരു ഇമോഷണൽ എന്താണ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു റെഡിനെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിന് പുറപ്പെടാവൂ എന്നാണ് 2 കുട്ടികളുടെ അമ്മയായ ശേഷം എനിക്ക് പറയാനുള്ളത്. ശരി. എന്തായാലും നമ്മുടെ ചർച്ച, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിന് ഇതൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ഒരു വലിയ വിഭാഗം അല്ല, ഒരു ചെറിയ വിഭാഗം ഉണ്ടാകും. ഇത് ചർച്ചയ്ക്ക് വന്നതുകൊണ്ട് തന്നെ മനസ്സിൽ അങ്ങനെ ശരിയാണല്ലോ ഇവർ പറഞ്ഞത്, അല്ലെങ്കിൽ അതൊക്കെ ശരിയാണല്ലോ, അവർക്കൊപ്പം ഞാനും വേണ്ടേ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ ചർച്ച എന്തായാലും ഗുണം ചെയ്യുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആളുകൾക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും 3 പേർക്കും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. താങ്ക് യു.